ലോകപ്രശസ്ത ബൾഗേറിയൻ ജ്യോതിഷിയും അതുപോലെ തന്നെ അന്ധയുമായ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വീണ്ടും ലോകത്ത് ചർച്ചയായി മാറുന്നു. അതായത് 2025 അവസാനിക്കാറായിരിക്കുന്നു. ഏതാണ്ട് 3 മാസങ്ങൾ കൂടി മാത്രമേ ഇനി അവശേഷിക്കൂ. അപ്പോഴാണ് ഈ വർഷത്തെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ചയിലേക്ക് ഉയർന്നു വരുന്നത്. ഇവർ മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഓരോ വർഷവും ഇവരുടെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാര്യം ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്ന് ബാബ വാങ്കെ നേരത്തെ പ്രവചിച്ചിരുന്നു. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് മ്യാൻമറിൽ അടുത്തിടെ ഉണ്ടായ ഭൂകമ്പം 1700 പേരാണ് കൊല്ലപ്പെട്ടത്. ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു 2025 വലിയ ഭൂകമ്പം ഉണ്ടെന്നും അതിനെ തുടർന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെടുമെന്നുമൊക്കെ പ്രവചിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതായത് 2025 ഭൂകമ്പ പ്രവചനം സത്യമായതോടുകൂടി ബാബ വാങ്കയുടെ മറ്റൊരു പ്രവചനം കൂടി ശരിയായിരിക്കുകയാണ് എന്ന തരത്തിൽ അവരുടെ അനുയായികൾ വലിയ പ്രചാരണം നടത്തുന്നു. ഇപ്പോൾ യൂറോപ്പിൽ ഒരു വലിയ യുദ്ധമുണ്ടാകും, ആഗോള സാമ്പത്തിക വ്യവസ്ഥ വലിയ ദുരന്തത്തെ നേരിടും, മനുഷ്യരാശിയുടെ തളർച്ച ആരംഭിക്കാൻ പോകുന്നു തുടങ്ങിയവയൊക്കെയാണ് ഈ വർഷത്തെ പ്രവചനങ്ങൾ. അപ്പം യൂറോപ്പിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തിക തകർച്ചയുടെ കാര്യമാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ബാബ വാങ്കയുടെ പ്രവചനവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷിയും ഭിഷഗ്വരനുമായ നോസ്ട്രഡാമസ് ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അതിന് സമാനമായ ചില കാര്യങ്ങൾ ഇപ്പോൾ ബാബ വാങ്കയും പ്രവചിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ അനുയായികൾ പറയുന്നത്. അതായത് യൂറോപ്പിലെ ഭൂപ്രദേശങ്ങൾ ക്രൂരമായ യുദ്ധങ്ങളിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ വൻതോതിൽ കുറയാനിടയാകും. അപ്പം റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം, ഇസ്രയേലും ഗസയുമായിട്ടുള്ള യുദ്ധം ഒക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബൾഗേറിയയിലെ ഭാവി പ്രവചനം നടത്തുന്ന ബാബ വാങ്കയെ ബാൽക്കഫിലെ നോസ്ട്രഡാമസ് എന്നാണ് വിളിക്കുന്നത്. 1911 ജനുവരി 31 അന്നത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട മാസഡോണയിലാണ് ഈ ബാബ വാങ്കെ ജനിക്കുന്നത്. ഇവർ ജനിക്കുന്ന സമയത്ത് അവിടെ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പട്ടിണി ബുദ്ധിമുട്ടൊക്കെയുണ്ട്. കൂടാതെ സ്ട്രുമിക്ക എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കാനായിട്ട് ബൾഗേറിയയും സെർബിയയും തമ്മിൽ യുദ്ധം നടക്കുന്നു. തുർക്കിയും ഗ്രീസും തമ്മിലൊക്കെ യുദ്ധം നടക്കുന്നു. ഒടുവിൽ ഈ പറയുന്ന ബൾഗേറിയൻ യുദ്ധത്തടവുകാരനായിട്ട് സെർബിയ ബാബ വാങ്കയുടെ പിതാവിനെ പിടികൂടുന്നു. അതിനുശേഷം ബാബ വാങ്കയുടെ മാതാവും ഏതാനും മാസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയി. അങ്ങനെ ബാബ വാങ്ക തികച്ചും അനാഥയായി പോകുന്നു. പിന്നീട് ബന്ധുവീടുകളിലും മറ്റും ജീവിച്ചാണ് അവളുടെ ബാല്യം കടന്നു പോകുന്നത്. പിന്നീട് ഒരു ബൾഗേറിയൻ സൈനികനെ വിവാഹം ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും 11ാമത്തെ വയസ്സിൽ ഈ ബാബ വാങ്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഈ ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് ബാബ വാങ്കയുടെ കാഴ്ച നഷ്ടപ്പെട്ടത്. പക്ഷേ ഇക്കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായോ, അങ്ങനെയുള്ളതിൻ്റെ ചരിത്ര രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ആരുടെയും കയ്യിലില്ല. ഇത് വാമൊഴിയായിട്ട് പ്രചരിക്കുന്നതാണ്. എന്തായാലും ബാബ വാങ്കെ പിന്നീട് ലോകപ്രശസ്തയായ ഒരു പ്രവാചകയായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് 2ാം ലോക മഹായുദ്ധം നടന്നതിന് ശേഷം ഇവർ ഇക്കാര്യം നേരത്തെ പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇവരുടെ വാക്കുകൾ, ഇവരുടെ പ്രവചനങ്ങളൊക്കെ ലോകത്ത് വലിയ ചർച്ചയായി മാറി. അതായത് 1979 ഇവർ അവകാശപ്പെട്ടിരുന്നു വ്ളാഡിമിർ പുടിൻ ലോകത്തിൻ്റെ നാഥനായി മാറുമെന്ന്. അതും ഇപ്പോൾ ഏതാണ്ട് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. മാത്രമല്ല 1986 ചെർണോബിൽ ദുരന്തം, അതുപോലെ തന്നെ ഡയാന രാജകുമാരിയുടെ മരണം, 2004 സുനാമി ദുരന്തം, കിഴക്കൻ ബൾഗേറിയയിലെ ഭൂകമ്പം, ഇതൊക്കെ ഇവർ മുൻകൂട്ടി പ്രവചിച്ചു. ഒപ്പം റഷ്യൻ അന്തർവാഹിനിയായ ക്രിസ്ക് മുങ്ങിയതും ഇവർ പ്രവചിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയ ബാബ വാങ്കെ ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങൾ നടത്തിയതാണ് ഇവരെ ശ്രദ്ധേയമാക്കിയത്. അതായത് ഇന്ത്യയിൽ, ചൈനയിൽ, അമേരിക്കയിൽ, ജപ്പാനിൽ ഈ 4 രാജ്യങ്ങളിലാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമെന്നും അത് ഒരു തീവ്ര ന്യൂനമർദ്ദമായി
പരിണമിക്കുമെന്നും ഇവരുടെ ആ പ്രവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ, അതുപോലെ തന്നെ ഡൽഹിയിൽ കനത്ത മഴ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകും, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഹിമാലയൻ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള ചില ദുരന്തങ്ങളുടെ, പ്രകൃതി ദുരന്തങ്ങളുടെ സൂചനകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായിട്ട് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നു. ചൈന നമുക്കറിയാം എപ്പോഴും ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. ചൈനയിൽ അടുത്തിടെ വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാബ വാങ്കയുടെ മറ്റൊരു പ്രവചനമാണെന്ന് പറയുന്നു. ഇനി ജപ്പാനിലേക്ക് കടന്നാൽ സുനാമി ഉണ്ടാകുന്ന സാധ്യത കൂടിയ മേഖലയാണ്. ഏതാണ്ട് 2 മാസത്തിന് മുമ്പ് വലിയ സുനാമികൾ ജപ്പാനിൽ ഉണ്ടാകുകയും വലിയ ദുരന്തം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതും ബാബ വാങ്കയുടെ പ്രവചനത്തിൽ ഉൾപ്പെട്ടു. അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ അവിടെ കനത്ത ചുഴലിക്കാറ്റ്, മഴ ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വർഷം അവസാനിക്കാൻ 3 മാസം മാത്രം അവശേഷിക്കെ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് വരുന്നു. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഇപ്പം ആഗോളതാപനം മൂലം പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രതയും ആവൃത്തിയും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. അതിനെ ഫലപ്രദമായി നേരിടാൻ വിദഗ്ധർ തയ്യാറെടുക്കണം. അതായത് ഓരോ രാജ്യവും പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ബാബ വാങ്ഡെ ഈ 2025 അവസാനം 2026 തുടക്കത്തിലൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. അതിനെ ഗൗരവമായി കാണണമെന്നാണ് ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. ഇപ്പോൾ ബാബ വാങ്കെ ജനിച്ച സമയത്ത് അന്ന് അവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത് ജനിക്കുന്ന കുട്ടി ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് പേരിടുകയുള്ളൂ. അങ്ങനെയാണ് അന്ന് വയറ്റാട്ടി തെരുവിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ഒരു പേര് നിങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വാൻഗിലി എന്ന് പേരിടുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബാബ വാങ്ഡെയുടെ യഥാർത്ഥ പേര് വാൻഗിലിയ പാണ്ഡേവ ഗുഷ്ട്രോവ എന്നായിരുന്നു. അപ്പം ആ പേര് നൽകിയത് തെരുവിലുള്ള ആളുകളാണെന്നൊക്കെ പറയുന്നു. പിന്നീട് ഇവരുടെ പ്രവചനങ്ങൾക്ക് വലിയ സാധ്യതയൊക്കെ ഉണ്ടാകുന്നു. 1996 ഓഗസ്റ്റ് 11 അർബുദം ബാധിച്ചാണ് ഈ ബാബ വാങ്കെ മരിക്കുന്നത്. ബാബ വാങ്കയുടെ സംസ്കാര ചടങ്ങിൽ വലിയ ജനപ്രവാഹം തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം അന്ന് അവർ പ്രശസ്തിയുടെ ഏതാണ്ട് കൊടുമുടിയിലേക്ക് നിൽക്കുകയായിരുന്നു. എന്തായാലും അന്ന് ബാബ വാങ്ഡെ പറയുന്ന പല കാര്യങ്ങളും ഇവരുടെ അനുയായികൾ എഴുതി സൂക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ 51-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം ഈ ബൾഗാരിയയിലെ നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പ്രവചനം അനുസരിച്ച് 2033 ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ ഉരുകുന്നത് മൂലം ആഗോള സമുദ്രനിരപ്പിൽ ഗണ്യമായ വർധനവുണ്ടാകും. 2130 ആകുമ്പോൾ പറയുന്ന അന്യഗ്രഹ ജീവികളുമായിട്ട് മനുഷ്യൻ ബന്ധം സ്ഥാപിക്കും. 2170 ആകുമ്പോൾ ലോകമെമ്പാടും വ്യാപകമായ വരൾച്ചയുണ്ടാകും. 3797 ആകുമ്പോഴേക്കും ഭൂമി വാസയോഗ്യമല്ലാതായി മാറുമെന്നും അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൊവ്വയിലെ നാഗരിക വിഭാഗങ്ങളുമായിട്ട് മനുഷ്യൻ യുദ്ധത്തിലേർപ്പെടും. ഇതെല്ലാം തന്നെ ബാബ വാങ്കയുടെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവരുടെ അനേകായിരം വരുന്ന അനുയായികൾ ലോകമെമ്പാടും ഇത് പ്രചരിപ്പിക്കുന്നു, വലിയ ചർച്ചയിലേക്ക് വരുന്നു. 5079 ലോകം അവസാനിക്കുമെന്നും ബാബ വാങ്കയുടെ പ്രവചനത്തിലുണ്ട്. അപ്പം ഇവരുടെ അനുയായികളാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നത്. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്ന ബാബ വാങ്കയുടെ പ്രവചനത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു. കാരണം അവർ പ്രവചിച്ചതായിരുന്നു ഒരു വലിയ ഭൂകമ്പം. മ്യാൻമറിൽ അതുണ്ടായി, 1700 പേർ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അത് ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിൽ, ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ തുടങ്ങിയ മേഖലകളിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. ചൈനയിലും ജപ്പാനിലും സുനാമിയും ഭൂകമ്പവും ഉണ്ടാകും. അമേരിക്കയിൽ കനത്ത ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നു. ഇന്ത്യയും പേടിക്കണമെന്നാണ് ഈ പ്രവചനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ വിദഗ്ധർ പറയുന്നത് അങ്ങനെയല്ല, ഇതിനൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല. കണ്ണ് കാണാത്ത ഒരു സ്ത്രീ എങ്ങനെയാണ് താൻ കാണാത്ത കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നത്? അതിൽ വാസ്തവം ഉണ്ടാകില്ല. പക്ഷേ പല സംഭവങ്ങളും ബാബ വാങ്കയുടെ പ്രവചനങ്ങളോട് സാമ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജനത ഇവരെ ഇപ്പോൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.